അവന് കാര്യം മനസ്സിലായില്ല. മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞതാ. ഞാൻ പോവാ, നാളെ മുതൽ ഉണ്ടാവില്ലെന്ന് മനസ്സുകൊണ്ട് പറഞ്ഞതാ. കെട്ടിപ്പിടിച്ച് പയ്യൻ പോയി. അങ്ങനെ വീട്ടിൽ പോയിട്ട് ചാണകം മെഴുകി തിന്നാൻ വന്നിരിക്കണം വിഷമിച്ചിട്ട്. അവനെ മൂത്ത പെങ്ങൾ എടുത്തോന്ന് ചോദിച്ചേ, മോനെ എന്താ വിഷമിച്ചിരിക്കണെന്ന് പറഞ്ഞു. ഒന്നുമില്ല പെങ്ങളെന്ന് പറഞ്ഞു. കാര്യം പറയണമെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞേ നാളെ മുതൽ ഞാൻ ക്ലാസ്സിൽ പോണില്ല. എന്തേന്ന് വെച്ചു, ഇനി ക്ലാസ് കഴിഞ്ഞ 4 കൊല്ലം പിടിക്കും. അതുവരെ പഠിച്ച എവിടെ എത്താൻ പോണില്ല. ഞാൻ ബാപ്പനെ സഹായിക്കാൻ നാളെ മുതൽ ഇറങ്ങാൻ പോന്ന് പറഞ്ഞു. പെങ്ങള് പറഞ്ഞേ, മോനെ ഞങ്ങളെ മുഴുവൻ സ്വപ്നം നീയാണ്. നീ പഠിച്ചൊരു എഞ്ചിനീയറായി കാണുന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ നിൽക്കണേ. നീ ക്ലാസ്സിന് പോയേ പറ്റൂന്ന് പറഞ്ഞു. അവ എടുത്ത വഴിക്ക് പറഞ്ഞു, ഇല്ല പെങ്ങളെ നാളെ 1000 ഫീസ് അടയ്ക്കണം. നമ്മുടെ അവിടെ 1000 രൂപ. ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. കേട്ട വഴിക്കുണ്ടല്ലോ സുഹൃത്തെ, കഴുത്തിലിരിക്കണം മാല നേരെ ഊരിയെടുത്ത് കൈ കൊണ്ട് കൊടുക്കണം. പോയി പഠിക്കണം പറഞ്ഞിട്ട് ആ മാല പോയി പണയം വെച്ചിട്ടാണ് അബ്ദുൽ കലാം പഠിച്ചതെന്ന്. പക്ഷെ ആ പഠിപ്പ് നിർത്തിയത് എവിടെ അറിയോ? ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടോട്ടാ, അല്ലാണ്ട് MA കഴിഞ്ഞിട്ടല്ല. ഓരാ ശമ്പളം കിട്ടിയിട്ടാവാം, കൂട്ടുകാരനെ കിട്ടും നോക്കട്ടെ. ഒരാളും കിട്ടില്ല സുഹൃത്തെ. ടെസ്റ്റ് ചെയ്യാണെങ്കിൽ സ്മാർട്ട് വേലേക്ക് ഇറങ്ങരുത്. 100 ആൾ നോ എന്ന് പറഞ്ഞാലുണ്ടല്ല, രക്ഷപ്പെടുന്ന വാശിയോടുകൂടി വേണം. ഇന്നോട് ഒരാൾ സ്റ്റാർ അച്ചീവ് ചെയ്തു, വലിയ അച്ചീവ്മെന്റ് ഒന്നല്ല. 25,000 മേടിച്ചിട്ടുള്ളൂ. അതിനോട് പയ്യനാമൽ അല്ലേ? 76 പേരെ കണ്ടപ്പോ നോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ വന്നപ്പോ എന്റെ അടുത്ത് പറഞ്ഞാ അതിനിടെ 76 പേരെ കണ്ടു. എന്നോട് എല്ലാവരും നോ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു കാര്യം ഉറപ്പ് മനുഷ്യണ്ടാ, പുറത്തു വിട്ട ശ്വാസം തിരിച്ചു വരുന്ന നാളുണ്ടെങ്കിൽ അവന് സ്മാർട്ട് പേ ചെയ്തിരിക്കും. അവൻ അച്ചീവറാണ്.